നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ വരുവാൻ അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ പത്തനംതിട്ടയുള്ളതായ ദൈവത്തിൻ്റെ ജനവുമായിട്ടും കർത്താവിൻ്റെ വലിയൊരു ദാസനും കുടുംബമായിട്ടും ഒരുമിച്ച് ഒരാരാധന കൂടെ കർത്താവ് തന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവത്തിന് സകല മഹത്വവും കൊടുക്കും. ചില ആഴ്ചകൾക്ക് മുൻപ് നമ്മുടെ കൺവെൻഷൻ്റെ ആ സമയത്താണ് കർത്താവിൻ്റെ ദാസൻ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞായറാഴ്ച ഞങ്ങളുടെ ആരാധനയ്ക്ക് വന്ന് സംബന്ധിക്കണം എന്ന് പറയുവാനിടയായി. അങ്ങനെയാണ് ഇന്ന് ഇവിടെ വരുവാനായിട്ട് ഇടയായി പോകുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാവിലെ ഇവിടെയുണ്ട്. ഉറപ്പുള്ള ദൈവമക്കൾ ആ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ അവിടെ ദൈവശബ്ദം ഉയർന്നു. ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ വിടുതലിൻ്റെ കുറിച്ചുള്ള വെളിപ്പാടുണ്ടാകും. ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ദൈവ സാന്നിധ്യം പകരപ്പെട്ട് കഴിഞ്ഞാൽ അടിമച്ചങ്ങലകൾ തകരപ്പെടുവാനിടയാകും. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ പൈശാചിക ബന്ധനങ്ങൾ തകരപ്പെടുകയും ജനം വിടുതൽ പ്രാപിക്കുകയും ചെയ്യും. രോഗികൾ സൗഖ്യമാകുവാൻ, ബന്ധനങ്ങൾ തകരപ്പെടാൻ മറ്റൊരു മാർഗവുമില്ല. മനസ്സിന്റെ സന്തോഷത്തെ കെടുത്തുന്ന അനുഭവങ്ങളിൽ നിന്ന് ഒരു വിടുതൽ ഉണ്ടാകുവാൻ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ജനം ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിന്റെ വേദനയെ മാറ്റാൻ ഡോക്ടർക്കും ഗുളികയ്ക്കും കഴിയും. ശരീരത്തിന്റെ കുറവുകളെ നികത്താൻ വൈദ്യശാസ്ത്രത്തിന് കഴിവുണ്ട്. എന്നാൽ ഹൃദയത്തിന്റെ മുറിവുകളെ കെട്ടാൻ ഇന്ന് രാവിലെ കാലം ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. സങ്കീർത്തനത്തിൽ പറയുന്നത്, സ്തോത്രവൻ മനുഷ്യന്റെ ഹൃദയങ്ങളുടെ മുറിവുകളെ കെട്ടുന്നു. ഇന്ന് രാവിലെ ഹൃദയത്തിന്റെ മുറിവിനെ കെട്ടി നിനക്ക് ആശ്വാസം തന്ന് പറഞ്ഞയക്കാൻ കഴിയുന്ന ശക്തമായ ദൈവ സാന്നിധ്യം ഇന്ന് രാവിലെ ഇവിടെ പകരുകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആമേൻ. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുപോകാം. ലൂക്കോസിന്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ദയവായി വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 3 ഉപമകളുടെ കാര്യമാണ് കാണുന്നത്. 3 ഉപമകളാണ് പറഞ്ഞത്. കർത്താവ് ഉപമകളിലൂടെ തൻ്റെ ജനത്തോട് സംസാരിച്ചു. സാധാരണക്കാരായ ആളുകളാണ് അധികവും കർത്താവിനെ പിൻപറ്റിയത് നമുക്കറിയാം. സാധാരണക്കാരായ പാവപ്പെട്ടവരായ ആളുകളെയാണ് കർത്താവ് തെരഞ്ഞെടുത്തത്. സ്തോത്രം. യെരുശലേമിൽ, പാലസ്തീനിൽ കർത്താവ് ജീവിച്ച കാലത്ത് വലിയ ആളുകളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, ഒന്ന് കൈ ഞൊടിച്ചാൽ അവർ വരാനും തയ്യാറായിരിക്കും. കാരണം അത്ര അധികാരമുള്ളവനാണ് അവൻ. അധികാരമുള്ള ദൈവപുത്രൻ. ഇങ്ങനെ മുടിച്ചാൽ കൂടെ പോരാൻ ആളുകളുണ്ട്. എന്നാൽ ഉന്നതന്മാരെ ആരെയും, ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിലെ ആരെയും, റോമിലെ സീസറിന്റെ കൊട്ടാരത്തിലെ ആരെയും, മഹാപുരോഹിതന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ആരെയും തെരഞ്ഞെടുക്കാതെ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന മത്തായിയെയും, സ്തോത്രം, അതെ, മരത്തിന്റെ ചുവട്ടിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന നഥനയേലിനെയും ഫിലിപ്പോസിനെയും അന്ത്രയാസിനെയും ഒക്കെ വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവൻ, സ്തോത്രം, ഉന്നതന്മാരെ മാറ്റിക്കളഞ്ഞിട്ട്, സ്തോത്രം, ദരിദ്രന്മാരെ വിളിച്ചവരുടെ ഹൃദയത്തിലും അവരുടെ അകത്ത് ദൈവകൃപ പകർന്ന് അവരെ ദൈവസന്നിധിയിൽ ഉപയോഗിക്കുവാൻ പ്രാത്രീഭൂതരാക്കിയ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. പട്ടാളത്തിൽ എന്നെ എടുക്കത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്റെ പരുവം കണ്ട ആരെങ്കിലും കുശിനിക്കാരനായിട്ട് പോലും ഒരു കാശിനും എന്നെ കൊണ്ടുപോകും. ഒരു സ്ക്രൂ ഒന്ന് തിരിച്ച് വെക്കാനുള്ള കഴിവ് ഇപ്പോഴും ഇല്ല. ഞാനൊരു സ്ക്രൂ ഇളകിയാൽ ഞാൻ ഈ സ്ക്രൂ ഡ്രൈവർ ഇതൊക്കെയായിട്ട് ചെല്ലും. എൻ്റെ ഭാര്യ പറയും,
അച്ഛനങ്ങ് മാറുന്നില്ല, അത് തിരിച്ച് കറക്കി കുറച്ചുകൂടെ അയച്ചു വെക്കും. ഞാനതുകൊണ്ട് മുറുക്കാവുന്നതാണ്. സ്തോത്രം. അങ്ങനെ യാതൊരു കഴിവുമില്ലാത്ത എന്നെയും തെരഞ്ഞെടുത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. കരമുയർത്തി എനിക്കായൊരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കർത്താവ് തെരഞ്ഞെടുക്കുമ്പോൾ കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുകയും ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരുമേറെയില്ല, കുലീനന്മാരുമേറെയില്ല, എങ്കിലും ദൈവം ലോകത്തിൽ നമ്മെ തെരഞ്ഞെടുത്തു, നിങ്ങളെ തെരഞ്ഞെടുത്തു. സ്തോത്രം. കുലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ കുലഹീനമായതിനെ തെരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. സ്തോത്രം. ഉള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ജ്ഞാനമില്ലാത്തതിനെ ദൈവം തെരഞ്ഞെടുത്തു. അതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇങ്ങനെ തെരഞ്ഞെടുത്തുകൊണ്ട് അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, ആരും ദൈവത്തിൽ പ്രശംസിക്കാനില്ലാതിരിക്കുന്നത് തന്നെ. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആർക്കും പ്രശംസിപ്പാൻ ഒന്നുമില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ കീർത്തിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, പാസ്റ്റർക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, ഇവിടെ ഇരിക്കുന്ന ആർക്കും പ്രശംസിപ്പാൻ ഒന്നുമില്ല. എന്നാൽ ലോകത്തെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു. ലോകം ലജ്ജിച്ച് തലവാഴ്ത്തുകയാണ് ഇവരുടെ മഹത്വം കണ്ടിട്ട്. സ്തോത്രം. കർത്താവ് സാധാരണക്കാരന്റെ ഭാഷയിൽ സംസാരിച്ച ആളാണ്. കർത്താവ് സാധാരണക്കാരന്റെ ഇടയിൽ ജീവിച്ച ആളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വായിക്കുന്നെങ്കിൽ അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ നടക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നവനാണ്. അത് കണ്ടപ്പോഴും ചിലർക്ക് അസൂയ തോന്നി. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നുവെന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. അവരോട് കർത്താവ് സംസാരിക്കുന്നു. കർത്താവിന്റെ ഈ പ്രസംഗത്തിന്റെ ഒരു പ്രത്യേകത, കർത്താവിന്റെ ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നോക്കിയാൽ ചിലയിടങ്ങളിൽ കർത്താവിനോട് ചോദ്യം ചോദിക്കുമ്പോൾ കർത്താവ് തിരിച്ചൊരു ചോദ്യം ചോദിക്കും. നിനക്ക് ഈ അധികാരം ആരാ തന്നത് എന്ന് ഒരിക്കൽ കയറി ചോദിച്ചു. അപ്പൊ കർത്താവിനോട് ചോദിച്ചു, ഞാനൊരു ചോദ്യം നിന്നോട് ചോദിച്ചു, യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തെ ഇവർക്ക് കാര്യം മനസ്സിലായി, നമ്മൾ പെട്ടുപോകും എല്ലാ സ്ഥലവും. കർത്താവ് ഇതൊരു ചോദ്യത്തിന് ചോദ്യം ചോദിച്ച് മറുപടി പറയും. ചിലപ്പോൾ കർത്താവ് നേരിട്ട് മറുപടി പറയും, ചിലപ്പോൾ കർത്താവ് ഉപമകളായിട്ട് സംസാരിക്കും. ഉപമകളായിട്ട് സംസാരിക്കുമ്പോൾ ജനത്തിനത് മനസ്സിലാകും. ചിലപ്പോൾ ശിഷ്യന്മാർക്ക് പിടികിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് ഒരു എടുക്കുക ശിഷ്യന്മാർ യേശുവിന്റെ അടുക്ക് വന്ന് പറഞ്ഞു, കർത്താവേ, ആ പറഞ്ഞത് ഞങ്ങൾക്ക് അത്ര പിടികിട്ടി. കർത്താവ് അവരോട് പറഞ്ഞു, സ്തോത്രം, മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ദൈവം നിങ്ങൾക്ക് വരം നൽകിയിരിക്കുകയാണ്. അപ്പൊ പല നിലയിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ഈ ലോകത്തുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിരിക്കും ചില ഭാഷാരീതികളുണ്ട്. സ്തോത്രം. അപ്പൊ നമ്മൾ പറയുന്ന ഭാഷ, നമ്മുടെ രീതികൾ വ്യത്യസ്തമാണ്. ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി. കർത്താവ് അങ്ങനെയല്ലായിരുന്നു. കർത്താവ് പറഞ്ഞാൽ കുറിക്കുകൊള്ളുന്ന ഭാഷ. അവനെപ്പോലൊരു ഗുരു ലോകത്തിൽ ഉണ്ടായിട്ടില്ല, അവനെപ്പോലൊരു ജ്ഞാനി ലോകത്തിൽ ഉണ്ടായിട്ടില്ല, അവനൊപ്പം പറയാൻ ആരുമില്ല. അതല്ല നമ്മൾ പാടുന്നത്, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെപ്പോലെ ആരാധ്യനാരുമില്ല. ഇന്ന് രാവിലെയും ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഉറപ്പുണ്ടാകണം, എന്റെ കർത്താവിനെ പോലെ ആരാധിക്കുവാൻ യോഗ്യതയുള്ള ഒരാളും ഇന്ന് വരെ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. ലോകത്തിൽ ഉന്നതന്മാരുണ്ട്, ലോകത്തിൽ ശ്രേഷ്ഠന്മാരുണ്ടായിട്ടുണ്ട്, ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയക്കാരും മന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ന് രാവിലെ ഞാൻ ആരാധിക്കുന്നവൻ ദൈവത്തിന്റെ പുത്രനാണ്. അവനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. കരമുയർത്തിക്കുന്ന ഒരു മഹത്വം കൊടുത്താട്ടെ. ദൈവപുത്രനെ മാത്രം ആരാധിക്കുവാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. അവനൊപ്പം പറയാൻ ആരുമില്ല. ഉറപ്പുണ്ടോ? സ്തോത്രം. പത്തനംതിട്ടയുള്ള ദൈവത്തിന്റെ ജനമേ, അവനൊപ്പം പറയാൻ ലോകത്തിൽ അവന് പകരം വെക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ അവനെ ആരാധിക്കുവാൻ നിന്നെയും എന്നെയും കണ്ടെത്തിയ ദൈവകൃപ എത്ര വലുതാണ്. ദൈവം നമുക്ക് നൽകിയ രക്ഷയുടെ വലിപ്പം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ?
ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും ആർക്കും ഇതുവരെയും വെളിപ്പെടാത്ത ഒരു കാര്യമുണ്ട്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് എന്താണെന്ന് ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മാത്രമേ നെഞ്ചത്തടിച്ച് പറയാൻ പറ്റുള്ളൂ, എന്റെ കർത്താവേ, ഇതിനായി നീ എന്നെ വിളിച്ചല്ലോ. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം. ആ നമ്മുടെ രക്ഷയുടെ മഹത്വം, രക്ഷയുടെ സന്തോഷം നമ്മുടെ ഉള്ളത്തിൽ ദൈവം പകർന്നു തന്നപ്പോൾ അതിന്റെ അർത്ഥം ദൈവത്തെ സ്തുതിക്കുവാൻ നാം പ്രാപ്തരായി എന്നുള്ളതാണ്. ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ മുതൽ ഈ ദൈവത്തിന്റെ ജനം സ്തോത്രം പറയുക, ഹല്ലേലൂയ പറയുക, അന്യഭാഷ പറയുന്നതിന് കാരണം അവന്റെ ഉള്ളിൽ അടങ്ങാത്ത ഒരു ആവേശമുണ്ട്. അവന്റെ ഉള്ളിൽ അടങ്ങാത്ത ഒരു ആവേശമുണ്ട്. അവനെ ആരാധിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള ഉറപ്പാണ് ദൈവത്തിന്റെ ജനത്തിലുള്ളത്. 3 ഉപമകളിലൂടെയാണ് ആ അധ്യായം നമ്മെ കൊണ്ടുപോകുന്നത്. ഒന്നാമത്തെ ഉപമ ഒരാട്, ഉപമ നഷ്ടപ്പെട്ട ഒരാട്. രണ്ടാമത്തെ ഉപമ നഷ്ടപ്പെട്ട ഒരു ദ്രഹ്മ. മൂന്നാമത്തെ ഉപമ നഷ്ടപ്പെട്ട ഒരു മകൻ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 1 ഒരാട് നഷ്ടപ്പെട്ടു, 2 ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടു, 3 ഒരു മകൻ നഷ്ടപ്പെട്ടു. ആ നഷ്ടങ്ങളുടെ പ്രോഗ്രസ് അത് നിങ്ങൾ നോക്കിക്കേ. ഒരാട് നഷ്ടപ്പെട്ടു, ഇടയനത് നഷ്ടമാണ്. എന്നാൽ അതിനേക്കാൾ വലിയ നഷ്ടമാണ് ഒരു സ്ത്രീക്കൊരു ദ്രഹ്മ നഷ്ടപ്പെട്ടാൽ. എന്നാൽ അതിനേക്കാൾ വലുതാണ് ഒരപ്പൻ ഓമനിച്ച് വളർത്തിയ ഒരു മകൻ നഷ്ടപ്പെട്ടു. ലോകത്തിലെ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും സ്തോത്രം, അതിനേക്കാൾ വലിയ നഷ്ടം ദൈവസന്നിധിയിൽ ഇറങ്ങിപ്പോയ മനുഷ്യവർഗത്തിന് നഷ്ടമാണ്. അതിനെയാണ് അവസാനം കർത്താവ് പറഞ്ഞിട്ട് അതിനൊരു പരിഹാരം. ഈ 3 ഉപമകളും നാം കണ്ടത് നഷ്ടങ്ങളിൽ ആരംഭിക്കുക. ഒരാട് നഷ്ടപ്പെട്ടു, ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടു, ഒരു മകൻ നഷ്ടപ്പെട്ടു. എന്നാൽ നിങ്ങൾ ആ ഉപമ 3 വായിച്ചിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം. എല്ലാവർക്കും കാണാപ്പാടം അറിയാവുന്ന ഒരു ഭാഗമാണ്. ഈ നഷ്ടങ്ങളിലാണ് എല്ലാം ആരംഭിക്കുന്നത്, അല്ലേ? എന്നാൽ ഇത് നഷ്ടങ്ങളിൽ അവസാനിക്കുന്നില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? ആട് നഷ്ടപ്പെട്ടു, പക്ഷേ എന്നേക്കും നഷ്ടപ്പെട്ടില്ല. അതിനൊരു ഇടയനുണ്ടായിരുന്നത് കൊണ്ട് തേടിപ്പോയി രക്ഷിക്കുവാനിടയായി. സ്തോത്രം. ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടു, സ്തോത്രം, അതിനൊരു ഉടമസ്ഥ ഉണ്ടായതുകൊണ്ട് സ്തോത്രം അതിനെ കണ്ടെത്തി സന്തോഷിക്കുവാനിടയായിത്തീരുന്നു. ഒരു മകൻ നഷ്ടപ്പെട്ടു, പക്ഷേ നഷ്ടമായി തീരാതെ അതിന്റെ അവസാനത്തിൽ മടങ്ങി വരുന്ന മകനെ കണ്ട് സന്തോഷിക്കുന്ന ഒരപ്പനെ നാം അവിടെ കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ ഈ ദൂതന്റെ ഇടയിൽ നിന്നുകൊണ്ട് പറയട്ടെ, സ്തോത്രം, ജീവിതത്തിന്റെ ആരംഭങ്ങളിൽ നഷ്ടമാണെങ്കിലും ജീവിതത്തിന്റെ അവസാനം നഷ്ടത്തിലെത്തിക്കാതെ നിന്നെ വിജയത്തിലേക്കും ലാഭത്തിലേക്കും എത്തിക്കുന്ന ദൈവകൃപ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനിടയായിത്തീരുന്നു. സ്തോത്രം. ജീവിതം കഷ്ടങ്ങളിൽ ആരംഭിക്കുന്നതാണെങ്കിലും, ജീവിതം വേദനയിലാണ് ആരംഭിക്കുന്നതെങ്കിലും, ജീവിതത്തിൽ ദുഃഖങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും അവിടെ തീരുവാൻ അനുവദിക്കുന്നവനല്ല നമ്മുടെ ദൈവം. അതിനപ്പുറത്തായ ഒരു വിടുതൽ അവൻ നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന മാന്യ സഹോദര സഹോദരി, ജീവിതത്തിൽ നിനക്ക് കഷ്ടമുണ്ട്, ജീവിതത്തിൽ നിനക്ക് വേദനയുണ്ട്, ജീവിതത്തിൽ നിനക്ക് സങ്കടങ്ങളുണ്ട്, ആരോട് പറയാൻ കഴിയാത്ത ജീവിതാനുഭവങ്ങളിലൂടെ നീ ഇന്ന് കടന്നു പോകുന്നവളുമാകാം. എന്നാൽ അവിടെ തീരുകയല്ല നിന്റെ ക്രിസ്ത്യ ജീവിതം. അതിനപ്പുറത്തായി നിനക്കൊരു വിടുതലുണ്ട്. ഇന്ന് രാവിലെ അത് ഓർത്ത് അത് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറയാൻ ദൈവത്തിന്റെ ജനത്തിന് തയ്യാറാകുമെങ്കിൽ സ്തോത്രം, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വിടുതൽ ഞാനും നിങ്ങളും കാണുക തന്നെ ചെയ്യും. നീ കഷ്ടതയിൽ അവസാനിക്കുവാൻ അവൻ അനുവദിക്കത്തില്ല. നീ രോഗിയായി കിടന്ന് അവിടെ തീരാൻ അവൻ അനുവദിക്കത്തില്ല. നീ പട്ടിണി കിടന്ന് തീരാൻ അനുവദിക്കത്തില്ല. നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ തലമുറയെ അപ്പം വിറക്കുവാൻ അവൻ സമ്മതിക്കുന്ന ദൈവമല്ല. സ്തോത്രം. നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ദാവീദ് രാജാവ് തന്റെ ജീവിതത്തിൽ കണ്ടെത്തിയ 2 കണ്ടെത്തലുകളുണ്ട്.
സ്തോത്രം. വാർദ്ധക്യത്തിലായി ധാരാളം യുദ്ധങ്ങൾ കണ്ടവൻ, വലിയ സമ്പത്ത് വർദ്ധിപ്പിച്ചവൻ, രാജ്യം വിസ്തൃതപ്പെടുത്തിയവൻ, ശത്രുക്കളെ ഒന്നൊന്നായി അതെ കൊയ്തു മാറ്റിയവൻ, മനോഹരമായിരിക്കുന്ന ദന്തം കൊണ്ടുള്ള മന്ദിരമുണ്ടാക്കിയവൻ, അതിൽ പാർക്കുമ്പോൾ തന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ, തന്റെ ആജ്ഞയുടെ മുമ്പിൽ അനുസരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ദാസീദാസന്മാരും പടയാളികളുമുള്ള ദാവീദ് ജീവിതത്തിൽ ഒരുപാട് കണ്ടിട്ടുള്ള ആ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ജീവിതത്തിൽ അന്വേഷിച്ചു നോക്കി 2 കാര്യം, എന്നാൽ എനിക്ക് കണ്ടെത്താൻ കഴിയാത്ത 2 കാര്യങ്ങളേ ഉള്ളൂ. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് രാവിലെ ആ ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീ നീതിമാനായി ജീവിച്ചാൽ, നീ നീതിമതിയായി ജീവിച്ചാൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തലമുറയെ അപ്പനിരക്കുവാൻ അവൻ സമ്മതിക്കയില്ല. അറിയാത്ത വാതിലുകൾ തുറന്ന് നിനക്ക് വേണ്ടി പുതുവഴികളെ തുറന്ന് നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, ഒരു സ്വർഗമുണ്ട് എന്ന് രാവിലെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും സാക്ഷ്യം അതാണ്. അങ്ങനല്ലേ? സ്തോത്രം പറയാമോ? കരമുയർത്തി സ്തോത്രം പറയാമോ? നീതിമാന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ദൈവത്തിന് വേണ്ടി നിന്നുകൊടുത്താൽ മതി, വലിയ കാര്യമൊന്നും ചെയ്യണ്ട. ഏതാണ്ട് ഒത്തിരി കാര്യം ചെയ്തെങ്കിലേ ദൈവം എന്തെങ്കിലും ചെയ്യൂ എന്നല്ല. ദൈവത്തിനെ വിളിച്ചാൽ വിശ്വസതയോടെ അങ്ങ് നിന്നുകൊടുത്താൽ മതി, അങ്ങ് നിന്നുകൊടുത്താൽ മതി. സ്തോത്രം, സ്തോത്രം. ഒന്ന് നിന്നുകൊടുത്താൽ മതി, ബാക്കി കാര്യം അവനെ ഏറ്റോളും. സഹോദരിമാരെ, ഒന്ന് നിന്നുകൊടുത്താൽ മതി, നിന്റെ തലമുറയുടെ കാര്യം ദൈവം ഏറ്റെടുത്തോളും. സഹോദരന്മാരെ, ഒന്ന് നിന്നുകൊടുത്താൽ മതി അവന്റെ മുമ്പിൽ വിശ്വസതയോടെ. സ്തോത്രം. ഞാനൊന്ന് നിന്നുകൊടുക്കാൻ തയ്യാറായാൽ എന്റെ കാര്യം മാത്രമല്ല, തലമുറയുടെ കാര്യം ഏറ്റെടുക്കാൻ എന്റെ ദൈവം എനിക്ക് വേണ്ടി ഉണ്ടെന്ന് ഇന്ന് രാവിലെ ഉറപ്പിച്ചാൽ, നാം ദൈവസന്നിധി വിശ്വസതയോടെ നിന്നാൽ അവൻ നമ്മെ മാനിക്കുന്ന ദൈവമത്രേ. സ്തോത്രം. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് ദാവീദിന്റെ ജീവിതാനുഭവത്തിൽ പറയാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കണം, നഷ്ടമല്ല, നഷ്ടത്തെ ലാഭമാക്കുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ നമുക്ക് വേണ്ടിയുണ്ട്. കരമുയർത്തിക്കൊണ്ട് ഇന്ന് രാവിലെ പറയണം, എന്റെ നഷ്ടങ്ങൾ സാരമില്ല, എന്റെ കഷ്ടങ്ങൾ സാരമില്ല, എന്റെ വേദനകൾ സാരമില്ല, എന്റെ ദുഃഖങ്ങൾ സാരമില്ല. ഇതിന്റെ അവസാനത്തിൽ ദൈവം എനിക്കൊരു നന്മ തരും, ദൈവം എനിക്കൊരു വിടുതൽ തരും. ദൈവം എന്റെ ഈ രോഗത്തെ സൗഖ്യമാകുന്ന രാവിലെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ശരീരത്തിൽ ബലഹീനനാണെങ്കിൽ അവിടോട്ട് കൈവച്ചോട്ട് പറയണം. ഒരു പാസ്റ്റർ വന്ന് കൈവെക്കണ്ട, നിങ്ങൾ തന്നെ കൈവച്ചിട്ട് പറയണം, ഇതിന്റെ വിടുതൽ ഇന്ന് ഞാൻ അനുഭവിക്കാൻ പോകുകയാണ്. ഇന്ന് ഞാൻ സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകും. ഇന്ന് ഞാൻ ദൈവത്തിന്റെ വിടുതൽ കാണും. ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടമെന്നാണ് ദാവീദ് പറഞ്ഞെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവരും കർത്താവിന് മഹത്വം കൊടുത്തോട്ടെ, കരമെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുത്തോട്ടെ. ഞാൻ ജീവനുള്ള ദേശത്ത് ദൈവത്തിന്റെ നന്മ കാണും. ഇന്ന് രാവിലെ എല്ലാവരും പറയണം, ഞാൻ ദൈവത്തിന്റെ നന്മ കാണാൻ പോവുകയാണ്. ഞാൻ യഹോവയുടെ നന്മ കാണും. എന്റെ ഭാവി ദൈവത്തിന്റെ കരത്തിലാണ്. കുഞ്ഞുങ്ങളെ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ഭാവി ലോകത്തിൽ ആരുടെയും കയ്യിലല്ല. നിങ്ങളുടെ ഭാവി നമ്മുടെ ദൈവത്തിന്റെ കയ്യിലാണ്. അവൻ നിനക്ക് വേണ്ടി തുറന്നാൽ ആരും അടയ്ക്കയില്ല. അവൻ നിനക്ക് വേണ്ടി തുറന്നാൽ ആരും അടയ്ക്കയില്ല. കർത്താവിന്റെ ദാസന്മാരെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ആർക്കും നിന്റെ നന്മ എടുത്തോണ്ട് പോകാൻ കഴിയത്തില്ല. ആർക്കും നിന്റെ നന്മ മുടക്കാൻ ആർക്കും കഴിയത്തില്ല. കാരണം ഒരുവൻ ഇന്നും പറയുന്നൊരു ഇതിന്റെ നടുവിൽ നിന്നോണ്ട് പറയാണ്, ദാവീദിനെ താക്കോല് കൈവശമുള്ളവനായി ആരും അടയ്ക്കാതവണ്ണം തുറക്കുകയും ആരും അത് തുറക്കാതവണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിനക്ക് മുമ്പായി ഒരു വാതിൽ തുറന്നു വെക്കുന്നു, ആർക്കും അതിനെ അടച്ചുകൂടാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിനക്ക് വേണ്ടി തുറക്കുന്ന വാതിൽ, അതിന്റെ വാതിന്റെ താക്കോൽ അവന്റെ കയ്യിലാണ്. ആരുടെയും കയ്യിൽ വാതിന്റെ താക്കോൽ കൊടുത്തിട്ടില്ല. നിന്റെ നന്മയുടെ വാതിൽ അവൻ തുറന്നു തന്നാൽ ആർക്കും അത് അടയ്ക്കാൻ കഴിയുകയില്ല. ഒരു പിശാചിനും ആ വാതിൽ അടയ്ക്കാൻ കഴിയുകയില്ല. ഒരു വാതിൽ തുറന്നു തന്നാൽ അങ്ങോട്ട് നടന്നോണം. അടുത്തത് എവിടാണെന്ന് ചോദിച്ച് ബന്ധപ്പെട്ട കാര്യമില്ല. അത് തീരുമ്പോൾ അത് അടുത്ത വാതിൽ തുറന്നിരിക്കും. സ്തോത്രം പറയാമോ? സ്തോത്രം. ഒന്ന് തുറന്നു തന്നാൽ അടുത്തതിൽ എപ്പോഴാണെന്ന് പറഞ്ഞ് അവിടെ നോക്കി നിൽക്കരുത്. അതിലൂടെ സ്തോത്രത്തോടെ നടന്നുകൊണ്ടാൽ, അനുഭവത്തോടെ നടന്നുകൊണ്ടാൽ അടുത്ത നിമിഷം അത് തീരുന്നതിന് മുൻപ്, അതിന്റെ വാതിൽ എത്തുന്നതിന് മുൻപ് അടുത്ത വാതിൽ നിനക്ക് വേണ്ടി അവൻ തുറന്നു തരുന്ന ദൈവമാണ്. ഇന്ന് അവരെ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് സംസാരിക്കുകയാണ്. വാതിൽ തുറക്കുന്നവൻ ദൈവമാണ്. നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ ദൈവമാണ്. നിനക്ക് വേണ്ടി അടുത്ത പദ്ധതി ഒരുക്കുന്നവൻ ദൈവമാണ്. നിനക്ക് വേണ്ടി അടുത്ത നന്മ ഒരുക്കുന്നവൻ ദൈവമാണ്. നിന്റെ നന്മയെ തടയപ്പെടാൻ ആർക്കും ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വം ദൈവത്തിന് കൊടുത്താട്ടെ. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നിന്നെ വിടുവിക്കുന്നവൻ, നിന്നെ സഹായിക്കുന്നവൻ ഇവിടെ തീരുമെന്ന് ലോകം വിധി എഴുതിയേക്കാം, ഇവിടെ അവസാനിക്കുമെന്ന് ലോകം വിധി എഴുതിയേക്കാം. എന്നാൽ ഇവിടെ അല്ല നിന്റെ അവസാനം. നിനക്ക് വേണ്ടി ഒരുക്കുന്ന നന്മയുണ്ട്. ആ നന്മയുടെ അവസാനം അവിടെ എത്തിയിട്ട് ദൈവം നിന്നെ ലോകത്തിൽ നിന്ന് മാറ്റിയുള്ളൂ. 10 ശവപ്പെട്ടി നടക്കുന്നു. 10 ശവപ്പെട്ടി. ആരുടെ മക്കളെ 10 ശവപ്പെട്ടി നിരത്തി വെച്ചിരിക്കുക. ലോകത്തിൽ ഇതുപോലെ ഒരു മനുഷ്യനുണ്ട്. ദൈവം പോലും സാക്ഷ്യം പറഞ്ഞു അവനെ പോലെ നീതിമാനായ പിശാചെ അവന്റെ പ്രാണനെ തൊടരുത്. അവന്റെ പ്രാണനെ തൊടരുത്. ബാക്കിയൊക്കെ ഇതിനൊക്കെ തൊട്ടു. അവൻ പോയി തൊട്ടു. അവൻ ഓരോന്നിനെ തൊട്ടപ്പോൾ ഇതേ കിടക്കുന്നു. വേലിയൊക്കെ പൊളിച്ചു. ദൈവം ചിലപ്പോൾ വേലി പൊളിക്കാൻ അനുവദിക്കും. ചുറ്റുമുള്ള വേലി പൊളിഞ്ഞാൽ പ്രാണനെ തൊടാൻ അവൻ അനുവദിക്കുന്നവനല്ല. സ്തോത്രം, സ്തോത്രം. ചിലപ്പോൾ വല്ലയിടത്തും തട്ടുമുട്ടുമൊക്കെ ഉണ്ടാകും. ഇതൊന്നും ക്രിസ്ത്യ ജീവിതത്തിൽ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അത് വചനത്തിന്റെ പ്രമാണമാണ്. ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകും. സ്തോത്രം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. ഇന്ന് രാവിലെ കാലം ലോകത്തെ ജയിച്ചവൻ, കഷ്ടത്തിൽ നിന്ന് അതിനെ മറികടന്ന ഒരുവനാണ് നിന്റെ കർത്താവ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 10 ശവപ്പെട്ടി ഒരുക്കിയിട്ടിരിക്കുക. യോബിനെ എന്റെ ഭാവന ചിലപ്പോൾ പറയണ്ട, മുറിക്കകത്ത് നിന്ന് ആരോ ദാസന്മാരെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് വന്നു. യോബ് ഇങ്ങനെ നോക്കി, എന്റെ ദൈവമേ എനിക്കിങ്ങനെ പറ്റില്ല. അങ്ങനെയല്ല പറയുന്നത്. യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 10 ശവപ്പെട്ടി മുമ്പിൽ ഒരുക്കിയിട്ടിരിക്കുമ്പോഴും അവൻ പറയുന്നത് യഹോവയുടെ നാമം മഹത്വമെടുക്കട്ടെ. അവൻ തന്നതിന് അധികാരമുള്ളവനാണ്, അവൻ എടുക്കാനും അധികാരമുണ്ട്. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നാൽ അടുത്തതായ ചില അധ്യായങ്ങൾ കഴിയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. എനിക്കൊരു ഉറപ്പുണ്ട്, അവനെ ഞാൻ കാണും എന്റെ സ്വന്തം കണ്ണുകൊണ്ട്. അന്യന്റെ കണ്ണുകൊണ്ടല്ല, വല്ലോരും പറഞ്ഞത് കേട്ട് വിശ്വസിക്കുന്നവനല്ല ഞാൻ. പിന്നെയോ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. ഇന്ന് രാവിലെ കാലം നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വിടുതൽ കാണുമെന്ന് ഇന്ന് രാവിലെ കാലം ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ. നീ മരിച്ചു പോയതിനു ശേഷമല്ല. സ്തോത്രം. വല്ലോരും പറഞ്ഞ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, വല്ലോരും പറഞ്ഞത് കേട്ടതിന്റെ അടിസ്ഥാനത്തിലല്ല. നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ ദൈവത്തിന്റെ വിടുതൽ കാണുമെന്നത് ഇന്ന് രാവിലെ ഉറപ്പായി ഞാൻ പറയട്ടെ. വല്ലോരുടെയും അഭിപ്രായത്തിന്റെയും വല്ലോരും പറഞ്ഞ
പോകുകയാണ്. ഇന്ന് രാവിലെ ഉറപ്പായി പറയണം, ഞാൻ ദൈവത്തിന്റെ വിടുതൽ കാണും, ഞാൻ ദൈവത്തിന്റെ തന്നെ കാണും. എന്റെ കണ്ണുകൊണ്ട് തന്നെ ഞാനിത് കണ്ടിരിക്കും. ഞാൻ ഈ ലോകത്തിൽ നിന്ന് കണ്ണടയുന്നതിന് മുൻപ്, എന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റുന്നതിന് മുൻപ് ഞാൻ ദൈവത്തിന്റെ നന്മ കാണും എന്ന് ഉറപ്പായി 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 ദൈവജനം ഇന്ന് രാവിലെ ആർത്ത് പറഞ്ഞു ദൈവത്തെ ആരാധിക്കുവാനിടയാകട്ടെ. ഞങ്ങൾ ഇവിടെ തീരും. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. നിന്നെ വിളിച്ചത് അതിനല്ല, എന്നെ വിളിച്ചത് അതിനല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്റെ കണ്ണുകൊണ്ട് തന്നെ, എന്റെ ഈ കണ്ണുകൊണ്ട് തന്നെ, ഈ കണ്ണടയുന്നതിന് മുൻപേ നീ പ്രാർത്ഥിച്ചതിന് മറുപടി കാണും. നീ പ്രാർത്ഥിച്ചതിന് മറുപടി കാണും. സ്തോത്രം. ഈ കണ്ണടയുന്നതിന് മുൻപേ സ്തോത്രം പ്രാർത്ഥിച്ചതിന് മറുപടി കാണും. വിശ്വസിക്കണം, വിശ്വസിക്കണം. ഇന്ന് രാവിലെ ഉറപ്പോടെ പോകണം. ഇവിടെ ഉറപ്പോടെ പോകണം. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അടുത്ത ആഴ്ച മുഴുവനും പറയണം, ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി കാണാൻ പോവുക, ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി കാണാൻ പോവുക. അത് വെറുതെ ഞാൻ പറയുകയല്ല, അത് അവന്റെ വാഗ്ദത്തമാണ്. അവന്റെ വാഗ്ദത്തം അതാണ്, അവന്റെ വാഗ്ദത്തം അതാണ്. ആ വാഗ്ദത്തങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്തോത്രം. ദാവീദ് പറയുന്നത് അവന്റെ ജീവന്റെ ബലമാകുന്നു എന്നാണ്. സ്തോത്രം. ഞാൻ അവന്റെ എന്റെ ജീവന്റെ ബലം അവനാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ശരീരത്തിന്റെ ബലമെന്നല്ല പറഞ്ഞത്. ശരീരം ക്ഷീണിച്ചാലും ആത്മാവിന്റെ ബലമാണ് ദൈവവൈദ്യന് ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. ശരീരം ക്ഷീണിച്ചു പോയേക്കാം, പക്ഷേ ആത്മാവിൽ ബലപ്പെടുന്നവനാണ്, ബലപ്പെടുന്നവളാണ് ഭാഗ്യവാന്മാർ. ഇന്ന് രാവിലെ ആത്മാവിൽ ബലപ്പെട്ട് നമുക്ക് ദൈവസ്ഥലായിരിക്കുവാനിടയായിട്ട്. അതുകൊണ്ട് പർവ്വതങ്ങൾ നീങ്ങിപ്പോയാൽ, കുന്നുകൾ മാറിപ്പോയാൽ, എന്റെ ദയ നിങ്ങളെ വിട്ട് ഉറപ്പുണ്ടോ? ഇന്ന് രാവിലെ അതിനെ പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, കുന്നുകൾ മാറിപ്പോകും, എങ്കിലും എന്റെ ദയ എന്ന് പറഞ്ഞാൽ പർവ്വതത്തെക്കാൾ ഉറപ്പാ ദൈവത്തിന്റെ ദയയ്ക്ക്, കുന്നുകളെക്കാൾ ഉറപ്പാണ് ദൈവത്തിന്റെ ദയയ്ക്ക്. പർവ്വതം മാറാം, അടിസ്ഥാനം കുലുങ്ങാം, അതിലെ വെള്ളം ഇരച്ച് കലങ്ങാം, ആഴിയുടെ സമുദ്രത്തിലെ തിരമാലകൾ ഉയർന്നു പൊങ്ങാം, എന്നാൽ അതിനെ കവറപ്പ് ചെയ്യുന്ന, അതിനെ ശാസിച്ചമർത്തുന്ന എന്റെ ദയ നിങ്ങളെ വിട്ട് മാറുകയില്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തിൽ വന്നു കൊടുത്താട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ആരംഭം അല്പം പ്രയാസമാണ്, നഷ്ടമാകാം. എന്നാൽ നഷ്ടത്തിലും കഷ്ടത്തിലും പിടിച്ചു നിന്നാൽ വിടുവിക്കുന്നവൻ സിയോനിൽ എഴുന്നേൽക്കും. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവരെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അവരെ വിടുവിപ്പാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പർവ്വതത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു ദൈവമല്ല എന്റെ ദൈവം. പിന്നെയോ സ്തോത്രം, സ്വർഗം ചായ്ച്ചിറങ്ങി വരുന്ന തന്റെ ജനത്തിന്റെ വിടുതലായി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ആ ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു ആട് നഷ്ടപ്പെട്ടു, ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടു. ഈ ഉപമ പഠിക്കണമെങ്കിൽ, മനസ്സിലാകണമെങ്കിൽ അതിന്റെ പിന്നിലൊരു കഥയുണ്ട്, ചരിത്രം. കർണാടകദാസൻ പക്ഷേ നിങ്ങളെ അത് പഠിപ്പിച്ചു കാണാം. ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഈ ഇസ്രായേലികളുടെ ഇടയിൽ അവരുടെ വിവാഹം നമ്മുടെ വിവാഹത്തിൽ അല്പം വ്യത്യാസം. അത് ഓരോ സംസ്കാരത്തിലാണ്. നമ്മുടെ സംസ്കാരത്തിൽ ഉള്ള കാര്യങ്ങൾ പലതും മറ്റു പല സംസ്കാരങ്ങളിലില്ല. ഇവരെന്തിനാ നമ്മുടെ കേരളത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നോർത്ത് ഇന്ത്യ ചെന്നാൽ കാണും. അപ്പോൾ വ്യത്യസ്തമായ സംസ്കാരമാണ്. അപ്പം നമ്മുടെ നാട്ടിലെ വിവാഹം പോലെ അല്ല ഇസ്രായേലികളുടെ ഇടയിലെ വിവാഹം. യഹൂദയിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ ഒരു പെൺകുട്ടി ഒരു വീട്ടിലുണ്ടാകും. ആ പെൺകുട്ടി ഒരു സമയം വരെ, ബാല്യകാലത്തിൽ തന്നെ മാതാപിതാക്കൾ അവളുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്. കാരണം കുറെ വർഷങ്ങൾ കഴിഞ്ഞാണ് വിവാഹം നടക്കുന്നതെങ്കിലും ഇപ്പോഴേ അതിന്റെ പ്രിപ്പറേഷൻ അവർ നടന്നു. നമുക്കറിയാം, വീഞ്ഞ്. ഒരു വീട്ടിലൊരു കല്യാണം നടന്നില്ലേ? യോഹന്നാൻ 2 കല്യാണം നടന്നപ്പോൾ വീഞ്ഞ് പെട്ടെന്ന് തീർന്നു. വേറെ ഏത് സാധനമാണെങ്കിലും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. ചില സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, എന്നുവെച്ചാൽ വീഞ്ഞ് നടക്കില്ല. കാരണം അനേക വർഷങ്ങളുടെ പ്രിപ്പറേഷനാണ് വീഞ്ഞുണ്ടാക്കാൻ.
അത് വർഷത്തിൻ്റെ ഇതനുസരിച്ച് വർഷം കൂടുന്തോറും എൻ്റെ വീര്യം കൂടും, അതിന് കുറച്ചുകൂടെ നല്ലതായിട്ട് വരും. അതുകൊണ്ടാണല്ലോ ആ മണവാളൻ ചോദിച്ചത്, ഇത്രയും കാലം നീ ഇത് എങ്ങനെയാണ് എവിടെയാണ് സൂക്ഷിച്ചത്? ആദ്യം നല്ല വീഞ്ഞും പിന്നീട് എളുപ്പമായതും കൊടുക്കുമാറും. എന്നാൽ നീ ഇതുവരെ ഇവിടെ എവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു? ആ ചോദ്യത്തിന് പ്രസക്തി എവിടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വിവാഹം, ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ കുഞ്ഞിൻ്റെ വിവാഹത്തിൻ്റെ കാര്യം, വിദ്യാഭ്യാസം എല്ലാം മാതാപിതാക്കള് അവരുടെ മനസ്സിൽ അതാണ്. അപ്പം ഒരു കുഞ്ഞുണ്ടായി, അപ്പോൾ തന്നെ ഒരു ആൺകുട്ടി ഏതെങ്കിലും മറ്റൊരു സ്ഥലത്ത് ജനിച്ചാൽ അവന് ഏതാണ്ട് പ്രായമാകുമ്പോൾ അവൻ്റെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കും. കാരണം അവരുടെ ഇടയിൽ വിവാഹമെന്നും കുടുംബജീവൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അവര് മാതാപിതാക്കൾ ആലോചിച്ചാണ് കല്യാണം നടത്തുന്നത്, അല്ലാതെ ഇന്നത്തെ പോലെ ലിവിങ് ടുഗദർ അല്ല. ഇന്ന് അങ്ങനെ പരിപാടിയുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ കല്യാണം കഴിക്കാത്ത കൊച്ചുങ്ങളുണ്ടെങ്കിൽ 50,000 ഉണ്ടെങ്കിൽ വചനപ്രകാരമേ പോകാവൂ. പിന്നെ സ്കൂളിലും കോളേജിലും അവിടെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാമ്പസിൽ ചെറിയൊരു മീശയൊക്കെ തിരിച്ച് മോട്ടോർ സൈക്കിളിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിന്ന് വല്ലതും നീട്ടിയാ വാങ്ങിക്കരുത്, നിന്നെ ആപ്പിലാക്കാനാണ്. സൂക്ഷിച്ചോണം. ഇതുകൂടെ പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ കുഴപ്പമില്ല. ക്യാമ്പസുകളിലും സ്കൂൾ ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിലൊക്കെ ഈ ചെറിയ സ്കൂട്ടറിൽ കൊച്ചു വീശിയൊക്കെ പെരുക്കിയത് വെളുത്തു, ഇത് കറുത്തുപോലും കാണുകയില്ല. ഇവൻ ഇതൊക്കെ കറുപ്പിച്ചുകൊണ്ടായി വരുന്നത്. അത് നിന്നെ കാണിച്ച് ഇങ്ങനെ കണ്ണും കായോ കാണിച്ചോ പോകുന്നത് ആപ്പിലായി പോകും. നിന്നെ എവിടെങ്കിലും കൊണ്ടിട്ട് തട്ടും. ആ കഷ്ടപ്പെട്ട് വളർത്തുന്ന അപ്പനും അമ്മയുടെ പുറത്തോളം ജീവിതകാലം മുഴുവനും തങ്ങളുടെ ജീവിതം നിനക്ക് വേണ്ടി അവസാനിപ്പിച്ച് നിന്നെ വിദ്യാഭ്യാസം നൽകി വളർത്തിയെടുക്കുന്ന അപ്പനെ അമ്മയെ ദുഃഖിപ്പിച്ച ഒരൊറ്റ കുഞ്ഞും ഈ ചർച്ചിൽ നിന്ന് പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. എന്നോട് ചേർന്ന് സ്തോത്രം പറയാമോ നിങ്ങൾക്ക്? സ്തോത്രം. നിനക്ക് വിദ്യാഭ്യാസം തന്ന് നിന്റെ വളർച്ചയുടെ എല്ലാ സ്റ്റെപ്പുകളിലും നിനക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് വിദ്യാഭ്യാസം തന്ന് നന്നായി നിന്നെ ക്രമീകരിച്ച് കഴിയുമ്പോൾ നിന്റെ കല്യാണം വരുമ്പം അസംബ്ലീസ് ഓഫ് ഗോഡ് ഒറ്റ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരന്മാരും മാതാപിതാക്കളെ നിഷേധിച്ച് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് പോയാൽ ദൈവകൃപ തരണമേ, കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ട്രെൻഡുകൾ നമ്മൾ വളരെ മനസ്സിലാക്കണം. യൗവനക്കാർ ഇപ്പോഴത്തെ ട്രെൻഡുകൾ, രീതികൾ മനസ്സിലാക്കണം. നിങ്ങൾ കേട്ടല്ലോ ഒരുപാട് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് വാൺ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ദാസന്മാർക്കുണ്ട്. അത് അതാത് സഭകളിലെ ലോക്കൽ ചർച്ചിലെ ദൈവത്തിന്റെ ദാസന്മാർ ജനത്തെ അത് പഠിപ്പിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യണം. കാരണം കൊച്ചു പിള്ളേരാണ്, ചെറുപ്പക്കാരാണ്, അവർക്കൊന്നും മനസ്സിലാകത്തില്ല. സൂക്ഷിച്ചു വേണം കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ ജീവിതം ദൈവത്തിൽ വിശ്വസ്തയോടെ നിങ്ങൾ കാത്തിരിക്കുമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും ദൈവത്തിന്റെ ദാസന്മാരുടെയും പ്രാർത്ഥനയ്ക്കും അവരുടെ പ്രാർത്ഥനയ്ക്കും അവരുടെ ഉത്തരവാദിത്വമായിരിക്കുന്ന അവരുടേതായിരിക്കുന്ന ആലോചനയ്ക്കും അനുസരിച്ച് നിങ്ങൾ പോയാൽ ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങൾ ചെറുതാകയില്ല. ദൈവം നിങ്ങളെ വളർത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഒരു വാക്കിലൂടെ കേട്ടി ഞാൻ പറഞ്ഞാൽ, ഇങ്ങനെ വരുന്നവന്മാരോട് പറഞ്ഞു എന്ന് വായിച്ചാൽ പിന്നെ വരിക. നിങ്ങൾ ഇരിക്കണ്ട, നിങ്ങളുടെ കാര്യങ്ങളുണ്ട്. 2 വീട്ടിൽ സമയം തീരാണ് നിർത്താൻ പോകണം. അപ്പോൾ ഈ 2 വീട്ടിൽ ഒരു ചെറുക്കൻ ഇവർ വളർന്നു വരുമ്പോൾ മാതാപിതാക്കൾ തീരുമാനിച്ചു. അപ്പോഴായിരിക്കും ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്നടത്തെ ഇന്നാരുടെ മകൻ ഇന്ന സ്ഥലത്ത് യഹൂദ്യയിലെ നസറേത്തിൽ എന്ന് വിചാരിച്ചു ഒരു പെൺകൊച്ച് ഉണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പയ്യന് കഴിയുമെന്ന് ആലോചിച്ചാലും പിറ്റേ ദിവസവും അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ മാതാവും പിതാവും സഹോദരങ്ങളും അവരും ചെറുക്കനും എല്ലാവരും കൂടെ പെണ്ണിൻ്റെ വീട്ടിൽ പോകും, പെൺകൊച്ചിൻ്റെ വീട്ടിൽ പോകും. ഇതന്നത്തെ രീതിയാണ് ഞാൻ പറഞ്ഞത്. അവിടെ ചെന്നു, വീട്ടിൽ കയറി അവരുടെ ആതിഥ്യമൊക്കെ സ്വീകരിച്ച ശേഷം ഈ പയ്യൻ പെണ്ണിനെ കാണും, പെൺകൊച്ചിനെ കാണും. അവനാകെ ഒന്ന് നോക്കി. എന്നിട്ട് ഈ പെണ്ണ് അവളോട് പറഞ്ഞു, എനിക്ക് തന്നെ ഇഷ്ടമാണ്, ഞാൻ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നു. അപ്പൊ പെണ്ണും പറയണം ഇഷ്ടമാണ്, വീട്ടുകാരോട് പറഞ്ഞു. അവരന്യോന്യം ഇഷ്ടപ്പെട്ട് ഒരു ധാരണയിൽ വന്നാൽ
അവൻ തൻ്റെ കയ്യിലുള്ള ഒരു സഞ്ചി അവൻ്റെ എളിയിൽ തിരികെയിരിക്കും. ആ സഞ്ചി എടുക്കും. എടുത്തതിനകത്തുള്ള 10 ദ്രഹ്മ 10 കോയിൻ എണ്ണിയെടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നെ വിവാഹം കഴിക്കും എന്നതിന് ഉറപ്പായി ഈ 10 ദ്രഹ്മ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് വിവാഹം കഴിക്കുമെന്നുള്ള ഉറപ്പിപ്പോൾ തരുന്നില്ല. പക്ഷെ വിവാഹ ദിവസം വരെ നീ ഇത് കാത്തുകൊള്ളണം. എന്നിട്ട് പറയും, ഇപ്പോൾ ഞാൻ പോകുന്നു. ഞാൻ പോയി നിനക്കും എനിക്കും പാർക്കാൻ ഒരു വീട് പണിത ശേഷം ഞാൻ മടങ്ങി വന്ന് നിന്നെ നമ്മുടെ വീട്ടിലേക്ക് ചേർത്തുകൊള്ളും. നമുക്കൊരു വീട്, നമുക്ക് പാർക്കാൻ ഒരു വീട് പണിത ശേഷം ഞാൻ മടങ്ങി എൻ്റെ ആളുകളുമായി വന്ന് നിന്നെ എൻ്റെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരുവൻ ഭൂമിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമായി, ഞാൻ പോകുന്നു, ഞാൻ മടങ്ങി വരും, ഞാൻ മടങ്ങി വന്ന് നിനക്ക് വേണ്ടി ഒരു വീട് പണിതതിന് ശേഷം ഞാൻ മടങ്ങി വന്ന് നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇന്ന് രാവിലെ ആ ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കാലം ഇനിയും അധികം താമസിക്കയില്ല. എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീടിന്റെ പണിയുടെ അവസാനം മിനുക്ക് പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, സ്തോത്രം, എന്റെ വീടിന്റെ പണി പൂർത്തിയാകാൻ സമയമായി. എന്റെ ആത്മമണവാളൻ തന്റെ വിശുദ്ധ ദൂതരുമായി ഹല്ലേലൂയ ഇറങ്ങി വരുവാൻ എന്നെ ചേർക്കാനുള്ള സമയമായിരിക്കുന്നു. ആകയാൽ ദ്രഹ്മ എണ്ണി സൂക്ഷിച്ച് ദ്രഹ്മ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. ഇന്ന് രാവിലെ ആ ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്റെ ആത്മമണവാളൻ വരിക തന്നെ ചെയ്യും. ഉറപ്പുള്ളവർ സ്തോത്രം പറഞ്ഞാട്ട്, എന്റെ ആത്മമണവാളൻ വരും. യേശു മടങ്ങി വരും. യേശു വരിക തന്നെ ചെയ്യും. എന്താണ് ഉറപ്പ്? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദ്രഹ്മ. അവ പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും കുറഞ്ഞത് ഞാൻ ചിന്തിക്കുന്നു, എല്ലാ ദിവസവും എഴുതിയിട്ടില്ല, 3 പ്രാവശ്യമെങ്കിലും അവൾ ഈ സഞ്ചി എടുത്ത് എണ്ണും, ഉറപ്പാക്കുക. ഈ സഞ്ചിയും ദ്രഹ്മയും കാണുന്നപ്പോൾ അവൾ പറയും, എന്റെ മണവാളൻ വരും. എനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്, എന്റെ മണവാളൻ വരും. അതെന്താ ഉറപ്പിതാണ്? അവൾ രാവിലെ ഉച്ചയ്ക്ക് വന്നു, വൈകുന്നേരത്തെ വന്നു. സ്തോത്രം. ദാവീദ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരത്തും ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയും. ഒരു ദൈവമൈതന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരവും ജീവിതത്തിൽ സങ്കടങ്ങളെ പകരാൻ ഒരിടമുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നിങ്ങളുടെ സങ്കടങ്ങൾ ആരുടെ മുമ്പിൽ പകരുമെന്ന് ചോദിച്ചാൽ, അപ്പന്റെ മുമ്പിൽ പകർന്നത് കൊണ്ട് പ്രയോജനമില്ല മക്കളെ, അമ്മയുടെ മുമ്പിൽ പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല കുഞ്ഞുങ്ങളെ. സ്തോത്രം. മാതാപിതാക്കളെ, ഭാര്യയും ഭർത്താവുമായുള്ളവരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സങ്കടങ്ങൾ പകരാൻ ലോകത്തിൽ ഒരിടവും ഇല്ലാതിരിക്കുമ്പോഴും സങ്കടം ബോധിപ്പിച്ച് കരയാൻ ഒരിടമുള്ളത് നമ്മുടെ കർത്താവ്, നമ്മുടെ ആത്മമണവാളന്റെ മുമ്പിൽ തന്നെയായിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ സങ്കടങ്ങളുടെ പരിഹാരവുമായി അവൻ ഒരു ദിവസം വെളിപ്പെടുക തന്നെ ചെയ്യും. ഇത് കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് നിറയണം. ആമേൻ. എന്റെ കഷ്ടങ്ങൾ മാറാറായി, എന്റെ വേദനകൾ തീരാറായി. ഞാൻ എൻ്റെ ഭാവനയെ ചിലപ്പോൾ പറയാറുണ്ട്, ഉച്ചയായി, ഒരു 12 മണിയായപ്പോൾ കൊച്ചിനെ കാണുന്നില്ല. അപ്പൻ അമ്മയോട് ചോദിക്കുക, അമ്മയ്ക്ക് പറയാറില്ല, അവള് ബ്രഹ്മയെന്നില്ല. അവളുടെ ഉറപ്പ്, ഇത് ഞാൻ ഒന്നും പോലും നഷ്ടപ്പെടുത്താതെ അങ്ങെത്തിക്കണം, നിന്നെ ഏൽപ്പിച്ചതിനെ അങ്ങെത്തിക്കണം. സ്തോത്രം. എനിക്ക് തന്ന വിശ്വാസം നഷ്ടപ്പെടുത്താതെ, ദൈവം നിനക്ക് നൽകുന്ന കഴിവുകൾ നഷ്ടപ്പെടുത്താതെ
കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങൾക്കൊരു പാടാൻ കൃപ തന്നിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടുത്തുന്നതിന് വ്യാപാരം ചെയ്യണം. എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എഴുതുന്നവരാകണം. നിങ്ങൾ എഴുതണം. നിങ്ങൾ വലിയ സാഹിത്യകാരന്മാരും സാഹിത്യകാരിമാരുമായിട്ടല്ല, എഴുതി തുടങ്ങിയാൽ നിങ്ങൾ നല്ല എഴുത്തുകാരാകും. എന്തെങ്കിലും അങ്ങോട്ട് പോകുമ്പോൾ ഒരു കാര്യം കണ്ടാൽ അതിനെക്കുറിച്ച് എഴുതിയാൽ മതി. അതാണ് അങ്ങനെയാണ് എഴുതി പഠിക്കുന്നത്. നല്ല എഴുത്തുകാരാകണം, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാകണം, നന്നായി വിമർശിക്കുന്നവരാകണം, സുവിശേഷ വേലയ്ക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് ദേവദാസന്റെ കൂടെ പോകുന്നവരാകണം. എവിടെ ഒരു വേലയ്ക്ക് അവസരമുണ്ടോ പോകണം. പരസ്യത്തിന് അവസരം കിട്ടിയാൽ പോയി പ്രസംഗിക്കണം, അല്ലെങ്കിൽ പാസ്റ്ററുടെ ദൈവദാസന്മാരുടെ നിന്നുകൊടുത്താൽ. നിങ്ങൾ പ്രസംഗിക്കുന്നില്ലെങ്കിലും എനിക്ക് പരസ്യവും ഭയങ്കര ആവേശവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 3-4 മാസത്തിന് മുമ്പ് ഞങ്ങളുടെ ആ ഏരിയയിലുള്ള എല്ലായിടത്തും പോയി പരസ്യത്തിന് പ്രസംഗിക്കുകയായിരുന്നു. ഞാനും ഒരു ദൈവദാസനും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞങ്ങളിങ്ങനെ അങ്ങ് പോയി. സ്കൂട്ടറുണ്ട്, സ്കൂട്ടറിന് മുമ്പിൽ ഒരു ബോക്സ് കെട്ടും, പുറകിലൊരു ബോക്സ് കിട്ടും. ഞാനും ദൈവം, എന്നെക്കാൾ ഇച്ചിരി വലിപ്പമുള്ള ആളാണ് മറ്റേ പുള്ളി മുമ്പിൽ കയറി ഇരുന്ന് കഴിക്കാൻ. പിന്നെ ഞാൻ ഇടയ്ക്കിങ്ങനെ ഇരിക്കുക. 5 പരസ്യമൊക്കെ ഒരു ദിവസം. നാണിക്കണ്ട. ആരെക്കുറിച്ചായി പറയുന്നത്? രാജാതിരാജാവിനെ കുറിച്ചാണ് പറയുന്നത്. യേശു രക്ഷിക്കുന്നവനാണ്. ഒത്തിരി വ്യാകരണമൊന്നും വേണമെന്നില്ല. എൻ്റെ യേശു എന്നെ രക്ഷിച്ചു, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കി, നിങ്ങളെ സൗഖ്യമാക്കുവാൻ അവൻ ശക്തൻ. ഇത്രയുണ്ട് നമ്മുടെ ദൂത്. നമ്മുടെ ഒത്തിരി പരിധി കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കാകെപ്പോലുള്ള ബേസിക് മെസ്സേജ് എന്ന് പറയുന്നത് എൻ്റെ യേശു എന്നെ രക്ഷിച്ചു, നിങ്ങളെയും രക്ഷിക്കാൻ അവൻ ശക്തൻ. ഏൽപ്പിച്ച താലന്തുകളിൽ വ്യാപാരം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ ഇടയാകട്ടെ. ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് വരുമ്പോൾ അവൻ്റെ കാന്തയായി വെളിപ്പെടുവാനിടയാകും. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറഞ്ഞു വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം അവനോടുകൂടെയായി നമ്മുടെ വീട്ടിലെത്താൻ സമയമായി. എന്നിട്ട് അവരെല്ലാവരും കരമുയർത്തിക്കേ. എല്ലാവരും കൂടെ പറയേണ്ട ഒരു കാര്യം: ഞാൻ എൻ്റെ വീട്ടിലെത്താൻ സമയമായി, ഞാൻ എൻ്റെ വീട്ടിലെത്താൻ സമയമായി, എൻ്റെ മണവാളൻ വരാൻ സമയമായി. 2 മിനിറ്റ് കൊണ്ടൊരു സംഭവം പറഞ്ഞു തരണം. ചില വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന റൂസ്വെൽറ്റ്, കുഞ്ഞുങ്ങൾക്ക് കേട്ട് കാണിച്ചപ്പോൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളാണ് റൂസ്വെൽറ്റ് തന്റെ സൈന്യാധിപന് ഒരു പ്രത്യേക മിഷന് വേണ്ടി ഒരു പ്രത്യേക കാര്യം ക്രമീകരിക്കുന്നത് ആഫ്രിക്കയിലെ ഒരു രാജ്യത്തേക്ക് പോകും. ആഫ്രിക്ക ഏതാണ്ട് 2 ആഴ്ച റൂസ്വെൽറ്റും തന്റെ സൈന്യാധിപനും ആ സ്ഥലത്തെ ചില ഗവൺമെന്റ് അധികാരികളുമായും ബിസിനസ്സുകാരുമായിട്ടുമൊക്കെയുള്ള ചില ബിസിനസ് മീറ്റിങ്ങുകളും കാര്യങ്ങളും രാജ്യാന്തര ബന്ധങ്ങളെ കുറിച്ചൊക്കെയുള്ള ഡിസ്കഷന് വേണ്ടി പോയി. അവിടെ പോയി ആ കാര്യങ്ങളെല്ലാം ചെയ്ത് ശേഷം മടങ്ങി. അന്നത്തെ കാലത്ത് കപ്പലിലാണ് യാത്ര അധികവും. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന കപ്പൽ വളരെ അതിമനോഹരവും വളരെ മനോഹരമായി അലങ്കരിച്ച കപ്പലായിരിക്കും. അവർക്ക് പ്രത്യേക റൂംസും ഒക്കെ കാണുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ഇവരിങ്ങനെ വരികയാണ്. അന്നും അമേരിക്കയുടെ തീരത്ത് ഇറങ്ങി. അപ്പൊ അതിനകത്ത് അനേക വർഷങ്ങൾ ആഫ്രിക്കയിലെ ആ വനാന്തരങ്ങളിൽ സുവിശേഷ വേല ചെയ്ത ഒരു മിഷണറി അതിനകത്ത് അനേക വർഷങ്ങൾ അദ്ദേഹം അവിടെ താമസിച്ചു. ആ മിഷണറി ഇപ്പോൾ തിരിച്ച് വരികയാണ്. ഇവരെല്ലാവരും കപ്പലിൽ നിന്നിറങ്ങി മുന്നോട്ട് പോകുമ്പോൾ വലിയ ഫ്ലൂട്ടും ശബ്ദവും സംഗീതവും നൃത്തവും ഒക്കെ കാണുന്നു. പ്രസിഡന്റിനെയും സൈന്യാധിപനെയും കമാൻഡർ ഇൻ ചീഫിനെയും ആനയിച്ചു കൊണ്ടുപോവുകയാണ്. അവരെ സ്വീകരിച്ചു കൊണ്ടുവരികയാണ്. അദ്ദേഹം എല്ലാവർക്കും സല്യൂട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരെയും വണങ്ങുന്നുണ്ട്.
വലിയ സന്തോഷത്തോടുകൂടെ ആ കപ്പൽ നിറങ്ങി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ മിഷണറി വെളിയിലിറങ്ങി താനും മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ ആരും തന്നെ സ്വീകരിക്കുവാനില്ല. ആരും തന്നെ കുറിച്ചൊരു വാക്ക് പറയാനില്ല. പൂച്ചെണ്ട് കൊടുക്കാനാരുമില്ല. ഒരു ശബ്ദവുമില്ല, ഒരു പാട്ടും നൃത്തവുമില്ല. ആ ദൈവദാസൻ തന്റെ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചപ്പോൾ ഇങ്ങനെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് ഈ രാജ്യത്തിന്റെ തീരത്തണച്ചപ്പോൾ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്ത് സ്വീകരിക്കുവാനും ബാൻഡ് മേളത്തോടെ സ്വീകരിക്കാനും ഇവിടെ അനേകരെ ഞാൻ കാണുന്നു. പക്ഷെ ദീർഘവർഷങ്ങൾ ആഫ്രിക്കൻ വനാന്തരത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോയിട്ട് മടങ്ങി വന്ന എന്നെ സ്വീകരിക്കുവാൻ ഇവിടെ ഒരു മനുഷ്യനില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടു. ആ സമയത്ത് ദൈവം എന്നോട് സംസാരിച്ചു, മകനെ, റൂസ്വെൽറ്റും സൈന്യാധിപനും അവന്റെ വീട്ടിലെത്തി, നീ ഇതുവരെ നിന്റെ വീട്ടിലെത്തിയിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് അവന്റെ വീട്ടിലെത്തിയപ്പോൾ അവനെ സ്വീകരിക്കാൻ ആളുണ്ട്. നീ നിന്റെ വീട്ടിലെത്തുമ്പോൾ കോടാനുകൂടി സുദൂതന്മാർ അകമ്പടി സേവിച്ചു നിന്നെ നിന്റെ വീട്ടിലേക്ക്. ഞാനിന്നും ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ഞാനിന്നിവിടെ ഇന്ന് ഓർക്കണത്തിലാണ്. വീട്ടിലെത്തുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ എത്തുമ്പോൾ കോടാനുകോടി ദൂതന്മാരുടെ അകമ്പടിയോടുകൂടി വാദ്യമേളത്തോടുകൂടി നമ്മുടെ വീട്ടിലേക്ക് നമ്മെ കർത്താവ് കരം പിടിച്ചു കരങ്ങളെ കർത്താവ് സ്തോത്രം ചെയ്യാം. എല്ലാ ദൈവമക്കളും ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കട്ടെ. എല്ലാവരും ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും കർത്താവിന് മഹത്വം കൊടുക്കാം. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാൽ എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലെത്താൻ സമയമായി. എൻ്റെ ആത്മമടവാളം വരാൻ സമയമായി. കോടാനുകോടി ദൂതന്മാരകമ്പടി സേവിച്ച് എൻ്റെ വീട്ടിലേക്ക് എന്നെ ആനയിക്കുന്ന ആ മഹൽ സമ്മേളനം അടുക്കാറായി. ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം.